നമസ്കാരം. പശ്ചിമേഷ്യയെ ആകെ യുദ്ധഭീതിയിലാഴ്ത്തിയ ഒരു വലിയ പ്രതിസന്ധിക്കൊടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അപ്രതീക്ഷിത വെടിനിർത്തൽ അത് ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം 48 മണിക്കൂറിനുള്ളിൽ സുഗമമാക്കിയില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന കടുത്ത മുന്നറിയിപ്പിൽ അമേരിക്ക പെട്ടെന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴിത് 5 ദിവസത്തേക്ക് ആക്രമണങ്ങൾ നിർത്തിവെക്കുന്നുവെന്ന പ്രഖ്യാപനം അത് ട്രംപിന്റെ സ്ഥിരതയില്ലാത്ത വിദേശ നയത്തിന്റെ മറ്റൊരു ഉദാഹരണമായിട്ട് ഇവിടെ വിലയിരുത്തപ്പെടുകയാണ്. ട്രംപിന്റെ ഈ ഒരു പിന്മാറ്റം കേവലം ഒരു തന്ത്രമാണോ അതോ സൈനികമായിട്ടുള്ള പരാജയ ഭീതിയാണോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു. യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. പെന്റഗണിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ പുതിയ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സറ്റ് അദ്ദേഹം നൽകിയ അതിശയോക്തിപരമായിട്ടുള്ള ഉപദേശങ്ങളാണ് ഈ സൈനിക നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇറാനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താമെന്നും ഭരണമാറ്റം അവിടെ സാധ്യമാക്കുമെന്നുമുള്ള രഹസ്യതന്ത്രമാണ് അദ്ദേഹം ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചത്. എന്നാൽ യാഥാർത്ഥ്യം മറിച്ചായിരുന്നുവെന്ന് യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകൾ തന്നെ വെളിപ്പെട്ടു. സൈനികമായിട്ടുള്ള തയ്യാറെടുപ്പുകളിലെ ഈ വലിയ പിഴവാണ് ഇപ്പോൾ ട്രംപിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ തിരിച്ചറിയുന്നതിൽ അമേരിക്കൻ ചാരസംഘടനകൾക്ക് പരാജയം സംഭവിച്ചുവെന്ന് വേണം ഇവിടെ കരുതാനായിട്ട്. സമുദ്രപാതയ്ക്ക് ചുറ്റുമുള്ള ഇറാന്റെ സാഗ്രോസ് മലനിരകൾ ഇറാൻ വലിയൊരു സ്വാഭാവിക കവചമാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒളിച്ചിരുന്നുകൊണ്ട് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഏത് കപ്പലിനെയും തകർക്കാൻ ഇറാന് സാധിക്കുന്നതാണ്. ലോകത്തിലെ തന്നെ എണ്ണക്കടത്തിന്റെ സ്ഥിരയായിട്ടുള്ള ഈ ഒരു പാത പിടിച്ചെടുക്കുക എന്നത് വിമാനങ്ങളിൽ നിന്നുള്ള ബോംബാക്രമണം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നല്ലെന്ന് വൈറ്റ് ഹൗസ് വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഇറാന്റെ മണ്ണിൽ നേരിട്ടിറങ്ങി ഒരു കരയുദ്ധം നടത്താതെ ഹോർമുസ് നിയന്ത്രിക്കാനാവില്ല എന്ന സത്യം അമേരിക്കയെ ഇവിടെ തളർത്തിയിരിക്കുകയാണ്. ഏതായാലും ഈ സംഘർഷം അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ഇസ്രയേലിനും വേണ്ടിയുള്ളത് മാത്രമാണെന്ന ഇറാന്റെ നറേറ്റീവ് ലോകശ്രദ്ധ നേടാനായിട്ട് തുടങ്ങിയത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇന്ത്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഈ യുദ്ധം കൊണ്ട് യാതൊരു ഗുണവുമില്ലെന്നും മറിച്ച് തങ്ങളുടെ എണ്ണ വിതരണത്തെ ഇത് ബാധിക്കുമെന്നുമുള്ള ബോധ്യം അത് ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് തങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ അമേരിക്ക യുദ്ധം ചെയ്യുന്നതെന്ന വാദം ശക്തമായതോടെ അന്താരാഷ്ട്ര വേദികളിൽ പോലും അമേരിക്ക ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ നയതന്ത്ര പരാജയം മറികടക്കാനാണ് മുഖം രക്ഷിക്കൽ എന്ന നിലയിൽ 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ശക്തമായിട്ടുള്ള ജനവികാരം മറ്റൊരു പ്രധാന കാരണമാണ്. വരാനിരിക്കുന്ന നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈ യുദ്ധം വലിയ ബാധ്യതയാകുമെന്ന് ട്രംപ് ഭയപ്പെടുന്നുണ്ട്. നിലവിൽ തന്നെ അമേരിക്കൻ ജനതയുടെ ഭൂരിഭാഗവും ഒരു വിദേശ രാജ്യത്തെ അനാവശ്യ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുന്നതിനോട് വിയോജിപ്പുള്ളവരാണ്. എണ്ണവില വർധനവും അതോടൊപ്പം തന്നെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനകളും അമേരിക്കയിലെ സാധാരണക്കാരെ ട്രംപിനെതിരെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ വോട്ടർമാരെ പിണക്കി ഒരു യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായിട്ട് ആത്മഹത്യാപരമാണെന്നും ട്രംപ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ഈ ഘട്ടത്തിൽ പുറത്തു വന്നു. അമേരിക്കയുടെ അനുവാദം കൂടാതെ ഇസ്രയേൽ ഇറാൻ ആണവ ഊർജ്ജ കേന്ദ്രങ്ങളിൽ നടത്തിയ ചില ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങൾ അവിടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്നു എന്ന പരാതി റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അമേരിക്ക യുദ്ധം നിർത്തിവെക്കാൻ തീരുമാനിച്ചപ്പോൾ ഇസ്രയേൽ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കാത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഭ്യന്തര കലഹത്തിൻ്റെ സൂചനയായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇറാന്റെ സൈനിക പ്രതിരോധം അത് അമേരിക്ക പ്രതീക്ഷിച്ചതിലുമൊക്കെ തന്നെ വളരെ മാരകമായി. ഇസ്രയേലിലെ ഡിമോണ ആണവ നിലയത്തിന് സമീപം വരെ എത്തിയ ആ ഒരു ഇറാന്റെ മിസൈലുകൾ അവരുടെ സാങ്കേതിക മികവ് തെളിയിച്ചു. ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താനായിട്ട് ഇറാന്റെ മിസൈലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. തങ്ങളുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ പോലും പലപ്പോഴും പരാജയപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പിന്മാറ്റമല്ലാതെ മറ്റ് വഴികൾ ഇല്ലെന്ന് ട്രംപ് ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടു. ഇറാന്റെ കരുത്തിനെ കുറച്ചു കണ്ടത് വലിയൊരു നയതന്ത്ര അബദ്ധമായി മാറുകയുണ്ടായി. ഇറാന്റെ ആണവ പദ്ധതിയെ തച്ചു തകർക്കുക എന്ന ലക്ഷ്യം യുദ്ധത്തിലൂടെ മാത്രം നേടാനാവില്ല എന്ന സാങ്കേതികമായിട്ടുള്ള തിരിച്ചറിവും ഈ ഒരു പിന്മാറ്റത്തിന് പിന്നിലുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പലതും 100 കണക്കിന് അടി ആഴത്തിലുള്ള ഭൂഗർഭ അറകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആകാശാക്രമണത്തിലൂടെ ഇവ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക അസാധ്യമാണ്. അഥവാ അത്തരം ആക്രമണം നടത്തിയാൽ തന്നെ അവിടെ ഉണ്ടാകാനിടയുള്ള ആണവ വികിരണത്തിൻ്റെയൊക്കെ തന്നെ ഉത്തരവാദിത്വം അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ തലയിൽ തന്നെ വരികയും ചെയ്യും. ഇതാകട്ടെ ആഗോളതലത്തിൽ തന്നെ വലിയൊരു പരിസ്ഥിതി ദുരന്തമായിട്ട് മാറുമെന്ന ഭീതി അത് ശാസ്ത്രലോകം പങ്കുവച്ചിരുന്നു. സാമ്പത്തികമായി നോക്കിയാൽ തന്നെ $1 ട്രില്യൺ വരുന്ന പ്രതിരോധ ബജറ്റിലേക്ക് അമേരിക്ക ഇപ്പോൾ നീങ്ങുകയാണ്.
എന്നാൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇത്രയും വലിയൊരു തുക യുദ്ധത്തിനായിട്ട് ചിലവഴിക്കാൻ ട്രംപിന് കഴിയില്ല. വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിച്ചതുപോലെ ഒരു അനന്തമായിട്ടുള്ള യുദ്ധത്തിലേക്ക് അമേരിക്ക വീണ്ടും വലിച്ചെറിയപ്പെടുമെന്ന ഭീതി സെനറ്റർമാർക്കിടയിലുണ്ട്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന ഇത്തരം യുദ്ധ നീക്കങ്ങൾക്ക് ഫണ്ട് അനുവദിക്കില്ലെന്ന കോൺഗ്രസ് നിലപാട് ട്രംപിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണക്കപ്പലുകൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ പ്രവേശനം അനുവദിക്കുന്ന തരത്തിലുള്ള ചില ഇളവുകൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ചില സാമ്പത്തിക വിട്ടുവീഴ്ചകളിലൂടെ അവരെ ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. യുദ്ധം കൊണ്ട് നേടാൻ കഴിയാത്തത് നയതന്ത്ര ചർച്ചകളിലൂടെ നേടിയെടുക്കാമെന്ന വാദമാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഉപദേശകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാനുമായി ചർച്ചകൾ നടക്കുന്നു എന്ന തരത്തിൽ ട്രംപ് പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഈ അവകാശവാദത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ചെയ്തത്. തങ്ങൾ അമേരിക്കയുമായിട്ട് യാതൊരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ലെന്നും ട്രംപിൻ്റെ പ്രസ്താവനകൾ പച്ചക്കള്ളമാണെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. ലോകത്തിന് മുന്നിൽ നാണം കെടാതിരിക്കാൻ ട്രംപ് സ്വയം മെനഞ്ഞെടുത്ത ഒരു കഥയാണിതെന്നും ഇറാൻ ആരോപിക്കുന്നു. ഇറാന്റെ ഈ കർക്കശമായിട്ടുള്ള നിലപാട് അതാകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അമേരിക്കയുടെ വിശ്വാസ്യതയെ തന്നെ ഇവിടെ വീണ്ടും ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. 10 വർഷത്തേക്കെങ്കിലും ഇറാന്റെ ആണവ പദ്ധതികളെ പിന്നോട്ടടിക്കാൻ കഴിഞ്ഞു എന്ന വാദമുയർത്തി വിജയം അവകാശപ്പെടാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ 10 വർഷത്തിനുള്ളിൽ ഇറാന്റെ ഭരണകൂടത്തിലോ സൈനിക ശേഷിയിലോ വരാനിടയുള്ള മാറ്റങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് സാധ്യമല്ല. ആഭ്യന്തരമായി ഇറാൻ റീഫോമുകളിലൂടെ കൂടുതൽ കരുത്താകാനുള്ള സാധ്യതയും ഇവിടെ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഒരു താൽക്കാലിക വിജയം അത് ഒരു വിധിയാണെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ കരുതുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടും ഈ യുദ്ധത്തിലേറെ നിർണായകമായി മാറിയിട്ടുണ്ട്. തങ്ങളുടെ മണ്ണിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ അമേരിക്കയെ അനുവദിക്കുന്നത് തങ്ങളുടെ തന്നെ സുരക്ഷയെ അത് പിന്നീട് ബാധിക്കുമെന്ന് GCC രാജ്യങ്ങളും ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട്. സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെ പിന്തുണയില്ലാതെ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം വിജയിപ്പിക്കുക എന്നത് തീർച്ചയായിട്ടും അമേരിക്കയെ കൊണ്ട് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അനവധി യുദ്ധതന്ത്രങ്ങളാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സൈനികപരമായിട്ടുള്ള ആക്രമണത്തിന് പകരമായിട്ട് സൈബർ യുദ്ധമുറകളുമൊക്കെ തന്നെ സാമ്പത്തിക ഉപരോധങ്ങളുമൊക്കെ തന്നെ കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ പുതിയ തീരുമാനം വരുന്നത്. 5 ദിവസത്തെ ഈ ഒരു ഇടവേള, വെടിനിർത്തൽ ഇടവേള പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയാനാണോ അതോ സമാധാനപരമായിട്ടുള്ള ഒരു പിന്മാറ്റത്തിനാണോ എന്നത് വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകും. എങ്കിലും നിലവിലത്തെ സാഹചര്യം അത് വിലയിരുത്തിയാൽ ഇറാനെ വിരട്ടി കീഴടക്കാം എന്ന അമേരിക്കൻ മോഹം പാളി എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും അവസാനമായിട്ട് ഹോർമുസ് കടലിടുക്കിന്മേൽ വിജയം വരിക്കാനായിട്ട് കഴിയില്ലെന്ന തിരിച്ചറിവ് അത് തീർച്ചയായിട്ടും അമേരിക്കയെ വലിയൊരു പരാജയത്തിൽ നിന്ന് രക്ഷിച്ചുവെന്ന് വേണം ഇവിടെ പറയാനായിട്ട്. കൂടുതൽ നാശനഷ്ടങ്ങളും ജീവഹാനിയും ഉണ്ടാകുന്നതിന് മുൻപ് പിന്മാറിയത് വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിട്ട് ട്രംപ് അനുകൂലികൾ കാണുന്നുണ്ട്. എന്നാൽ ലോക പോലീസുകാരൻ എന്ന അമേരിക്കയുടെ ആ ഒരു പദവിക്കേറ്റ വലിയൊരു മങ്ങലായിട്ടാണ് വിമർശകർ ഇതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഏതായാലും ഈ ഒരു അവസ്ഥ എങ്ങനെ മാറുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നും അറിയാനായിട്ട് ലോകം ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.